السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനു മുമ്പ് ദീനിൻ്റെ ബേസിക്കായിട്ടുള്ള പദങ്ങൾ, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു വരികയാണ്. ഇനി വിശദീകരിച്ചതിനേക്കാൾ കൂടുതൽ ബേസിക്കായിട്ടുള്ള, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദീനിൻ്റെ അടിത്തറ മൂലക്കല്ലുകളായിട്ടുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് ഈ തുടക്കത്തിൽ എൻ്റെ സഹോദരന്മാരോട് സൂചിപ്പിക്കാറുള്ളത്, ഇതിനവലംബിക്കുന്ന നോട്ടുണ്ട്. ഈ നോട്ട് നിങ്ങളിതിൻ്റെ കൂടെ എൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ ഈ നോട്ട് നിങ്ങൾക്ക് പ്രൊജക്ടർ വഴി സ്ക്രീനിൽ കണ്ടുകൊണ്ട് ഈ സ്പീച്ച് കേൾക്കാൻ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ആക്കിയിട്ട്, അതിൽ എൻ്റെ വീഡിയോ ഇല്ല, ഈ നോട്ട് പ്രൊജക്ടർ ഒരു സ്ക്രീനിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ കാണാൻ വേണ്ടി ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ദീനിൻ്റെ അടിസ്ഥാനപരമായ പദങ്ങൾ, ഒരുപാട് പദങ്ങൾ നമ്മൾ സാധാരണ കേട്ടുവരാറുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, തൗഹീദ് നിറഞ്ഞ് അതിൻ്റെ പരമോന്നത അവസ്ഥയിലെത്തി, ലോകത്തിലെ ഏറ്റവും വലിയ തൗഹീദിൻ്റെ ആളുകൾ എന്നൊക്കെ നമ്മൾ സ്വയം അഭിമാനിക്കാറുള്ള നമ്മൾ എവിടെയാണ്, നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് ഉസൂലുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് അസ്ലു ദീനിൻ്റെ അസ്ലുകൾ എന്താണ്? സുന്നത്ത്, ഇപ്പം നമ്മൾ സാധാരണ കേൾക്കുന്ന പദം സുന്ന, ഇസ്ലാം, തഖ്വ, ഇബാദത്ത്, അതുപോലെ അഖീദ, ഉബൂദിയ, ദിക്ർ, ഹുദ, ആദാബ് വൽ മുആമലാത്തുകൾ, അഹ്കാമുകൾ, ഹുദൂദുകൾ എന്ന ശിക്ഷാ നിയമങ്ങൾ, വിധികൾ, ഉഖൂബാത്തുകൾ, ശിക്ഷാ നിയമങ്ങൾ, അതുപോലെ ശിക്ഷകൾ, അഹ്വാൽ, പേഴ്സണൽ മാറ്റേഴ്സ്, അതുപോലെ അൽ ഈമാൻ കൗലും അമലും ഇഅ്തിഖാദാണ്, അത് ഈമാന്റെ നിർവചനങ്ങൾ, വാജിബാത്ത്, ഹറാമ്, മക്രൂഹ്, ഹലാല്, മുസ്തഹബ്, മുബാഹ്, ജായിസ്, ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, തൗഹീദ് റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുൽ അസ്മാഉ വസിഫാത്ത്, അതുപോലെ തൗഹീദുൽ മഅരിഫത്ത് വൽ ഇസ്ബാത്ത്, തൗഹീദുൽ മത്ലബി വൽ ഖസ്ദ്, കലിമത്ത് തൗഹീദ് എന്ന പോലുള്ള ഒരുപാട്, ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പദങ്ങൾ. എന്താണ് ഇതുകൊണ്ടൊക്കെ വിവക്ഷിക്കപ്പെടുന്നത്, ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ ഏതാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ടെർമിനോളജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ഇബാദത്ത് എന്നതിൻ്റെ വ്യത്യസ്തമായ ടെർമിനോളജികൾ അതുകൊണ്ട് ഈ ദീനുണ്ടല്ലോ, ഈ ദീനിൻ്റെ, അതുപോലെ ഇബാദത്തിൻ്റെ, സുന്നത്തിൻ്റെ, ഈമാനിൻ്റെ, അതിൻ്റെ വ്യത്യസ്തമായ ദിശയിൽ നിന്നുള്ള വ്യത്യസ്തമായ അർത്ഥത്തിലുള്ള പദപ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളും അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, വിഭജനങ്ങളും ആണ് മൊത്തത്തിൽ നമ്മൾ ഈ കേട്ട പദങ്ങളെല്ലാം. എന്നാൽ ഇത് ഓരോന്നും അർത്ഥമാക്കുന്നത് എന്താണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അത് ലഘുവായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന സ്ക്രീന് 7 രീതിയിൽ ഈ കാര്യങ്ങളെ വിശദീകരിച്ച് എവിടെയാണ് ഇതിൻ്റെ ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വരേണ്ടത്, അങ്ങനെ നമ്മളിതിൻ്റെ തുടക്കം തൗഹീദ്, ഷഹാദത്ത് കലിമയും അതിൻ്റെ ഷർത്തുകളും വിശദീകരിച്ച് തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ക്ലിപ്പ് എത്രയാവുമെന്ന് അറിയില്ല, നോക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഒരു ഭാഗത്ത് നിന്നുള്ളൊരു ഒഴുക്ക് നമുക്ക് കിട്ടുകയും അതൊരു യഥാർത്ഥ ദിശയിലൂടെ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനും സഹായകരമാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്ല് ദീനിന്റെ അസ്ല്, ദീന്, സുന്നത്ത്, ഇസ്ലാം, തഖ്വ, അഖീദ, ഇബാദത്ത്, ഉബൂദിയ, ദിക്ർ, ഹുദ,
പോലുള്ള പദങ്ങൾ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ദീൻ എന്നാണ്, ഇസ്ലാം അല്ലെങ്കിൽ ഇബാദത്ത്. അത് ദീനന്റെ പൂർണ്ണ അർത്ഥത്തിലും ഭാവത്തിലും എല്ലാ ഭാഗവും ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് കിതാബിലും സുന്നത്തിലും വന്നതുപോലെ ഒട്ടും കൂട്ടാതെ കുറക്കാതെ ആ രീതിയിലുള്ള എന്താണ് ഞാൻ ദീനിനെ ഇന്ന് പൂർത്തിയാക്കി തന്നു എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അതുകൊണ്ട് വിവക്ഷിക്കപ്പെട്ടത് ആ ദീന് പൂർത്തിയാക്കപ്പെട്ട ദീനാണ് ഈ പദങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഏത് ദീന്, സുന്ന, ഇസ്ലാം, തഖ്വ, ഇബാദത്ത്, അതേമാതിരി പിന്നെ അഖീദ, ഉബൂദിയ, അതുപോലെ ദിക്ർ, ഹുദ പോലുള്ളത്. ഇതൊക്കെ വ്യത്യസ്ത ഇനിയിപ്പോൾ ഇതൊക്കെ മറ്റു സ്ഥലങ്ങളിൽ വരുമ്പോഴും അതല്ലാത്ത അർത്ഥങ്ങൾ, അതിൽ കുറഞ്ഞ അർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സാന്ദർഭികമായിട്ട് പറയാൻ പോകണം. അപ്പൊ ഞാൻ ഇതിന് ഇപ്പം നമുക്ക് നോക്കാം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, സൂറ 51 56 ആയത്താണ്. ജിന്നുകളെയും മനുഷ്യനെയും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ്. ഇവിടെ പറഞ്ഞ ഇബാദത്ത് അതെന്താ? അത് ദീന് എന്ന് സൂചിപ്പിക്കുന്ന ദീന് പൂർണ്ണമായ ആ ദീനിനെ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടുത്തെ ഇബാദത്തിലോട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അള്ളാഹു പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും അത് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ദീൻ എന്നുള്ളതോട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇബാദത്ത് എന്ന് നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ മൊത്തത്തിലുള്ള ദീനിനെ മൊത്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടതാണ്. അതുപോലെ മറ്റ് സൂറത്ത് ഹിജ്റിൽ 9-ാം ആയത്തിൽ പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാം ആകുന്നു ഈ ദിക്റിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഈ ദിക്ർ എന്നാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ദിക്ർ എന്നുകൊണ്ട് ഉദ്ദേശിക്കും എന്താണ്? ഇബാദത്ത് അല്ലെങ്കിൽ ദീന്, സുന്ന, ഇസ്ലാം എന്നതാണ്. ഇത് മൊത്തത്തിൽ ഇതിനെ സൂചിപ്പിക്കപ്പെടുന്ന പദങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊരായത്ത് സൂറത്ത് ആലി ഇമ്രാനിൽ 19 പറയുന്നുണ്ട്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹിന്റെ അടുത്ത് ദീന് എന്തുള്ളൂ? ഇന്ന ദീന, തീർച്ചയായിട്ടും ദീന് അള്ളാഹിന്റെ അടുത്ത് ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാകുന്നു. ഇവിടെ ഇസ്ലാം എന്നുള്ള ഉദ്ദേശിച്ചത് ഈമാൻ, ഇസ്ലാം, ദീന്, സുന്ന, അഖീദ, ഇബാദത്ത് എന്നത് മൊത്തത്തിലാണ്. അതുപോലെ സൂറത്ത് 40-10 പറയുന്നുണ്ട്, ഇത്തദ്ഊന ഇലൽ ഈമാൻ ഫതക്ഫുറൂന. അവരെ നിങ്ങളെ ഈമാനിലേക്ക് വിളിച്ചാൽ അവർ എന്ത് ചെയ്യും? അതിന് ശേഷം മടങ്ങും, അവർ കാവും. അപ്പൊ ഈമാനിലേക്ക് വിളിക്കുക. ഇവിടെ ഈമാൻ പറഞ്ഞു, സുന്നത്ത് എന്ന് പറഞ്ഞു, ദിക്ർ എന്ന് പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞു, പിന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞു. ഈ പദം കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് ദീനുൽ ഇസ്ലാം എന്നതാണ്, മൊത്തത്തിലുള്ള ദീനുൽ ഇസ്ലാം എന്നതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ സുനൻ അബൂദാവൂദിൽ വന്നിട്ടുള്ള സഹിയായി വന്നിട്ടുള്ള ഒരു ഹദീസിൽ പറയുന്ന റസൂൽ എന്ത് പറയുന്നു? ഊസിക്കും ബി തഖ്വല്ലാഹ്, അള്ളാഹനെ തഖ്വ കൊണ്ട് ഞാൻ നിങ്ങളുടെ വസിയത്ത് ചെയ്യുന്നു. വസ്മി വതഅ, കേൾക്കുക, അനുസരിക്കുക. നിങ്ങൾക്ക് ഒരു ഹബശിക്കാരനാണ് നിങ്ങളുടെ പിന്നെ അമീറായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ അയാൾ എന്ത് ചെയ്യുക? അനുസരിക്കണം. മനസ്സിലല്ലേ? ഇതിന് ശേഷം ഇത് നിങ്ങളുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്തിന് ശേഷം ഒരുപാട് ഇഖ്തിലാഫും കസീറ, നിങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ ഇഖ്തിലാഫുകൾ, നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളും കോലങ്ങളും നിങ്ങൾ കാണാൻ പോവുകയാണ്. ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ അതുകൊണ്ട് എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. സുന്നത്തിൽ ഖുലഫാഉർ റാഷിദുൽ മഹ്ദിയീൻ. ഇവിടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ദീനുൽ ഇസ്ലാം എന്നതാണ്. അപ്പൊ സുന്ന ഞാൻ പറഞ്ഞില്ലേ, ഈ മൊത്തത്തിൽ ഈ പദം കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് ദീനുൽ ഇസ്ലാം, അതിന്റെ മൊത്തത്തിലുള്ള പ്രയോഗം മാത്രമാണ്. അതുപോലെ ഹുദ, കുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, യഥാർത്ഥ മാർഗദർശനം ഹുദ, അത് അള്ളാഹുവിന്റെ ഹുദ മാത്രമാകുന്നു. ഇവിടെ ഹുദ എന്താണ്? ദീനുൽ ഇസ്ലാം. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് ഈ പദങ്ങൾ ഉണ്ട്. ഇനി ബാക്കിയുള്ള പദങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുമാതിരി ഹിജ്റ 329 മരിച്ച ഒരു പണ്ഡിതനാണ് ഇമാം ബർബഹരി. ഹിജ്റ 329 മരിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ശറഹ് സുന്ന എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദ്യത്തെ പോയിന്റ് എന്താ? ഇലമു, അറിയുക, അന്നൽ ഇസ്ലാമ ഹുവ സുന്ന, ഇസ്ലാം അതാണ് സുന്ന. വസുന്ന ഹിയൽ ഇസ്ലാം, സുന്ന എന്നതോ ഇസ്ലാം ആകുന്നു. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞ സുന്ന എന്ന് പറഞ്ഞാൽ ഇസ്ലാം. വമാ യകൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖിർ, ഒന്നില്ലാതെ മറ്റൊന്നില്ല. സുന്നത്തില്ലാതെ ഇസ്ലാമോ, ഇസ്ലാമില്ലാതെ സുന്നത്തോ ഇല്ല. അതുകൊണ്ട് സുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അറബി മനുഷ്യകൾ പറഞ്ഞു എന്ത്? നബിചര്യ എന്നാക്കി മാറും. അതൊക്കെ അവരുടെ വൃത്തികേടുകൾ അവര് പിന്നെ ജനങ്ങളെ പഠിപ്പിച്ചു എന്നല്ലാതെ പറയാൻ പറ്റില്ല.
സുന്ന എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നതല്ല. സുന്ന അൽ ഇസ്ലാം, അതുപോലെ ഇസ്ലാം എന്ന് വെച്ചാൽ സുന്ന, ഒന്നില്ലാതെ ഒന്നില്ല, ഒന്നില്ലാതെ മറ്റൊന്നില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ബേസിക്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന ദീന, എന്താണ് ദീന്? വൽ ഈമാൻ, ഈമാനും കൗലും വ അമലും വ ഇഅ്തിഖാദ്, അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. അൽ ഈമാൻ കൗലും വ അമലും വ ഇഅ്തിഖാദ്, അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ നിർവചനം, ഈമാനിന്റെ നിർവചനം, ദീനിന്റെ നിർവചനം, തഖ്വയുടെ നിർവചനം, ഇബാദത്തിന്റെ നിർവചനം, ഹുദയുടെ നിർവചനം, ദിക്റിന്റെ നിർവചനം, എല്ലാത്തിന്റെ നിർവചനം എന്താണ്? അൽ ഈമാൻ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അങ്ങനെ തന്നെ പറഞ്ഞു, അദ്ദീന വൽ ഈമാൻ കൗലും വ അമലും വ ഇഅ്തിഖാദ് യസീദു ബിത്താഅത്ത് വ യൻകുസു ബിൽ മആസി. അനുസരണത്തോടു കൂടി അള്ളാഹിനെ അനുസരിക്കുക, കൂടുതൽ അള്ളാഹുവിനെയും റസൂലിനെയും കൂടുതൽ അനുസരിക്കുക വഴി അതെന്ത് ചെയ്യും? യസീദു, ഈമാൻ വർദ്ധിക്കും. വയൻകുസു, അത് കുറഞ്ഞു വരും. ബിൽ മആസി, പാപങ്ങൾ വഴി. പാപങ്ങൾ അതുപോലെ ഗഫ്ലത്ത്, പിന്നെ അശ്രദ്ധയും പാപങ്ങളും വഴി കുറഞ്ഞു വരികയും അനുസരണം വഴി കൂടുകയും അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക വഴി കൂടുകയും ചെയ്യുന്ന ഒന്നാണ് എന്ത്? അൽ ഈമാൻ. അത് തന്നെയാണ് ഹിയൽ ഇസ്ലാം, അത് തന്നെയാണ് അദ്ദീന്, അത് തന്നെയാണ് സുന്ന, അത് തന്നെയാണ് തഖ്വ, അത് തന്നെയാണ് ഇബാദത്ത്, അത് തന്നെയാണ് ദിക്ർ, അത് തന്നെയാണ് എന്ത്? ഹുദ. മനസ്സിലല്ലേ? ഇതാണ് നിർവചനം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുള്ളത്. ഈ നിർവചനം വളരെ പ്രസക്തമാണ്. കാരണം അൽ ഈമാൻ കൗലും വ അമലും വ ഇഅ്തിഖാദ് എന്നുള്ളതിൽ നിന്ന് അമല് ഒഴിവാക്കുന്ന ഒരു കക്ഷികൾ ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. അവരുടെ സ്വഭാവമുള്ള ആളുകൾ കേരളത്തിൽ ഇന്നുണ്ട്. ഇന്നത്തെ സുന്നികൾ അത് അവരുടെ ഈ സ്വഭാവമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ അസ്ലുകൾ പഠിക്കുമ്പോഴേ നമ്മൾ സുന്നികൾക്ക് എവിടെ വന്ന അബദ്ധം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അൽ ഈമാൻ കൗലും വ അമലും വ ഇഅ്തിഖാദ് യസീദു ബിത്താഅത്ത് വ യൻകുസു ബിൽ മആസി എന്നുള്ള ചൊല്ലിയോട് പഠിക്കുക. ഇതാണ് രണ്ടാമത്തെ ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് കാണിച്ചു തരുന്നത്, ഓരോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണിച്ചു തന്നു. നോക്കുകൾ, അതിൽ ആദ്യം ഞാൻ പറഞ്ഞ കോളം നമ്പർ 1 നിങ്ങൾ മുമ്പിൽ കാണുന്നത്. കോളം നമ്പർ 1 നമ്മൾ ഈ മേൽ പറഞ്ഞ പദങ്ങളെല്ലാം. രണ്ടാമത്തത് എന്താ? കൗലും അമലും ഇഅ്തിഖാദ് എന്ന് 3 നിർവചിച്ചു. ഇനി എന്താണ് കൗല്, എന്താണ് അമല്, എന്താണ് ഇഅ്തിഖാദ് എന്ന് നമ്മൾ വിശദീകരിക്കാം. അതിനോടൊപ്പം തന്നെ എന്തായി? ഇതിന്റെ 5 ഹുക്കുമുകളുണ്ട്. 5 ഹുക്കുമുകളാണ്. 5 ഹുക്കുമുകൾ എന്താണ്? വാജിബ്, മുസ്തഹബ്, ഹറാം, മക്റൂഹ്, മുബാഹ്, 5. ആ 5ഉം ഈ മൂന്നിലും ഇത് കൗലും അമലും ഇഅ്തിഖാദിലും ഈ 5 ഉണ്ട്. അങ്ങനെ 3, 5, 15. ഈ 15 ദറജകളിൽ 15 തലങ്ങളിലാണ് ദീനുൽ ഇസ്ലാം പൂർണ്ണമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാരുടെ വാക്കുകൾ. ആരുടെ? ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ. അപ്പൊ ഈ ചാർട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ പറഞ്ഞു വരട്ടെ. ഇമാം ബർബാഹരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിജ്റ 329 മരിച്ച പണ്ഡിതനാണ് ഇമാം ബർബാഹരി. അദ്ദേഹത്തിന്റെ ശർഹ് സുന്ന എന്ന കിതാബിൽ 24ാമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നു, വൽ ഈമാൻ ബി അന്നൽ ഈമാൻ കൗലും വ അമൽ, കൗലും അമലുമാണ് ഈമാൻ. അപ്പൊ കൗലും അമലും ഇഅ്തിഖാദ്, ആ ഇഅ്തിഖാദ് എങ്ങനെ? അത് മറ്റൊരു 2 തരം നിർവചനം ആളുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് കൗലും അമലും ആണെന്ന് മാത്രം പറഞ്ഞ ആളുകൾ. പക്ഷെ പിന്നീട് ആളുകൾ എന്ത് ചെയ്തു? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകൾ അത് വിശദീകരിച്ച് പറയുമ്പോൾ കൗലും അമലും ഇഅ്തിഖാദ് എന്ന് വന്നിട്ടുണ്ട്. 2 നിർവചനവും 2 അല്ല, ഒന്നാണ്. ഒന്നിന്റെ 2 രൂപം എന്ന് മാത്രം. മനസ്സിലായില്ലേ? അതുകൊണ്ട് യസീദ് ബിൽ എന്തുകൊണ്ട് പിന്നെ തആത്ത് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നുള്ളത് കൊണ്ട് പിന്നെ അത് വർദ്ധിക്കുകയും പിന്നെ പാപങ്ങൾ കൊണ്ടും പിന്നെ എന്താ പറയാ ഗഫ്ലത്ത് കൊണ്ട് അശ്രദ്ധ കൊണ്ടും അത് പിന്നെ കുറയുകയും കുറഞ്ഞതുവരെ അതിൽ നിന്ന് ഒന്നുമില്ലാതാകുന്നത് വരെ കുറയുന്ന ഇമാം ബർബാഹരി പറയുന്നത്. മാത്രമല്ല കണ്ടോ, നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊന്ന് ശറഹ് ഉസൂലുൽ ഇഅ്തിഖാദ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ ഇമാം ലാലക്കായി. സുബ്ഹാനല്ലാഹ്, ബിദ്അത്തുകൾക്കെതിരെ പടപൊരുതിയ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാണ് ഇമാം ലാലക്കായി. അദ്ദേഹം ഹിജ്റ 418 മരിച്ച ആളാണ്. അദ്ദേഹം ഇമാം ഷാഫിയെ ഉദ്ധരിച്ചുകൊണ്ട്, ഇമാം ഷാഫി ഏത് വർഷത്തിൽ മരിച്ചതാണ്? ഇമാം ഷാഫി മരിച്ചത് ഹിജ്റ 204. ഇമാം ഷാഫി മരിച്ച ഹിജ്റ 204. അങ്ങനെ ഇമാം ലാലക്കായി ഇമാം ഷാഫിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. എന്ത്? കാല ഷാഫിയു റഹിമഹുല്ല ഫിൽ കിതാബിൽ ഉമ്മ്, അദ്ദേഹത്തിന്റെ അൽ ഉമ്മ് എന്ന കിതാബിൽ പറയുന്നു, ഫി ബാബിൽ നിയ്യത്ത് ഫി സലാ, നമസ്കാരത്തിന്റെ നിയ്യത്ത് എന്ന ഹെഡിങ്ങിൽ എന്ന ബാബിൽ പറയുന്നു. എന്ത്? പിന്നെ
അവിടെ എന്ത് ചെയ്യുന്നു, പിന്നെ ഈ ഉമർ ഇബ്നു ഖത്താബിൽ നിന്നുള്ള ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ എന്ന് പറയുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ എന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി പിന്നെ പറയുന്നു, ഇമാം ഷാഫിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഇമാം ലാലക്കായി വകാനൽ ഇജ്മാഉ മിനസ് സഹാബ, സഹാബിമാരുടെ ആരുടെ അസ്ഹാബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ ഇജ്മാ ഉണ്ട്, മിനസ് വത്താബിഈൻ താബിഈങ്ങളുടെയും വബഅദിഹിം മിമ്മൻ അദ്റക്നഹും അവരെ പിൻപറ്റിയ താബിഈങ്ങളെ പിൻപറ്റിയവരെയും. അപ്പം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെയും സഹാബിമാരുടെയും പണ്ഡിതന്മാരുടെയും എന്തുണ്ട്, ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായമുണ്ട്. എന്ത്, അന്നൽ ഈമാൻ ഖൗലും വഅമലും വനിയ്യ. ഇവിടെ എന്ന് പറഞ്ഞാൽ അൽ ഈമാൻ ഖൗലും വഅമലും വനിയ്യ. ഖൗല് എന്ന് പറഞ്ഞാൽ സംസാരം, അമൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, വനിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലുള്ള വിശ്വാസം, നിയ്യത്ത്, ഉദ്ദേശം. അതാണ് ഇഅ്തിഖാദ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. മനസ്സിലായില്ലേ? അത് ഈ മൂന്നുമില്ലെങ്കിൽ എന്തില്ല, മൂന്നിലൊന്നില്ലെങ്കിൽ മറ്റോണ്ട് കാര്യമില്ല. വെറും ഇഅ്തിഖാദ് കൊണ്ട് കാര്യമില്ല, വെറും ഖൗല് കൊണ്ട് കാര്യമില്ല, വെറും അമലുകൊണ്ട് കാര്യമില്ല. ഖൗലും അമലും ഇഅ്തിഖാദ് മൂന്നും വേണം, ഒന്നില്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ട് കാര്യമില്ല എന്ന്. ഇത് തന്നെയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വളരെ വിശദമായി സംസാരിക്കുന്നു. വമിൻ ഉസൂലിൽ അഹ്ലി സുന്ന, പ്രത്യേകം ശ്രദ്ധിച്ച സഹോദരന്മാരെ, അഹ്ലി സുന്നയുടെ ഉസൂലിൽപ്പെട്ടതാണ് എന്ത്, അന്നൽ ഈമാന വൽ അന്നദ്ദീന ദീനും വൽ ഈമാന ഈമാനും ഖൗലും വ അമല്. അപ്പൊ ദീന്, ഈമാന്, ഇസ്ലാം, ദിക്ർ, ഹുദ, ഇബാദത്ത്, സുന്ന എന്ന് പറയുന്ന മൊത്തം എന്താണ്, ഖൗലും വ അമലും ഇഅ്തിഖാദ്. ഇവിടെ ഖൗലും വ അമലും എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. മറ്റു സ്ഥലങ്ങളിൽ ഇഅ്തിഖാദ് എന്ന് പറയുന്നുണ്ട്, അതിനുശേഷമുള്ള പണ്ഡിതന്മാരും ഇഅ്തിഖാദ് എന്ന് കൂട്ടി പറയുന്നുണ്ട്. അപ്പൊ എന്താ, നിയ്യത്ത് ഇമാം ഷാഫി പറഞ്ഞില്ലേ, ഖൗലും അമലും നിയ്യത്തും എന്നതുപോലെ. അപ്പൊ ഖൗല് എന്താണ്, ഖൗല് രണ്ട് തരമുണ്ട്. ഒന്ന് അൽ ഖൽബ്, ഹൃദയത്തിന്റെ സംസാരം, വലിസാൻ നാവിന്റെ സംസാരം. അമലോ, അമല് മൂന്ന് തരമുണ്ട്. അതെന്ത്, ഹൃദയത്തിന്റെ അൽ ഖൽബ് വൽ ലിസാൻ വൽ ജവാരിഹ്, ഹൃദയത്തിന്റെയും നാവിന്റെയും ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം. അപ്പൊ ഖൗല് സംസാരം ആരുടെ, ഹൃദയത്തിന്റെയും നാവിന്റെയും സംസാരവും ഹൃദയത്തിന്റെയും നാവിന്റെയും ശരീരത്തിന്റെയും പ്രവർത്തനവും. ഇതാണ് ഖൗലും വ അമല് എന്ന് പറയുന്നത്. അതുപോലെ എന്ത് ചെയ്തു, അന്നൽ ഈമാന യസീദു ബിത്തഅതി, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക വഴി വർദ്ധിക്കുന്നതും, അതുപോലെ പാപങ്ങൾ വഴിയും ഗഫലത്ത് വഴിയും പിന്നെ അശ്രദ്ധ വഴിയും പാപങ്ങൾ വഴിയും കുറയുന്നതുമാണ് എന്ത്, ഈമാൻ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ വിശദീകരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ ചാർട്ട് ഉണ്ടല്ലേ. ഈമാൻ അതിനെന്തായി, രണ്ടായി, ഖൗലും അമലും ആക്കി. അതിൽ ഖൗലില് സ്പീച്ചിൽ എന്തായി, ഹൃദയത്തിൻ്റെതും നാവിൻ്റെതും. പിന്നെ ആക്ഷൻസ്, അതായത് അമലിൽ എന്തായി, ഹൃദയത്തിന്റെയും നാവിന്റെയും ലിംസിന്റെ, അതായത് ജവാരിഹ് മറ്റേ അവയവങ്ങളുടെയും. അപ്പോ ഇതിൽ നിന്നാണ് ഖൗലും അമലും ഇഅ്തിഖാദ് എന്ന് ആളുകൾ എടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി ഇത് തൗഹീദിലെ റുബൂബിയത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് എന്താണ് ഈ ഖൗല്, ഹൃദയത്തിന്റെ സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നുള്ളത് സലഫി പബ്ലിക്കേഷൻസിലുണ്ട്. ഒരു പണ്ഡിതൻ ഇതിനെ വിശദീകരിക്കുന്നു, സലഫി ഒരു ആധുനിക പണ്ഡിതൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബു ഇയാദ് അസ്സലഫി എന്ന് പറഞ്ഞ പണ്ഡിതൻ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചാർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നത്. അതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ദ സ്പീച്ച് ഓഫ് ദി ഹേർട്ട്, ഹൃദയത്തിന്റെ സംസാരം എന്ന് വെച്ചാൽ ദിസ് ആക്ച്വലി റെഫേഴ്സ് ടു ദ ബിലീഫ് ഓഫ് ദി ഹേർട്ട് വിത്ത് റെസ്പെക്ട് ടു അള്ളാഹ്. അള്ളാഹുവിനെയും അള്ളാഹിനെ കുറിച്ചും മറ്റ് പിന്നെ ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചും മറ്റ് ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ഹൃദയത്തിന്റെ വിശ്വാസമാണ് ഹൃദയത്തിന്റെ സംസാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ നോളജ് ദാറ്റ് ദ ഹെർട്ട് കണ്ടെയ്ൻസ്. ഹൃദയം ഉൾക്കൊള്ളുന്ന ആ അറിവുണ്ടല്ലോ, ഇൽമ്, ഇത് അള്ളാഹിനെ കുറിച്ചും മറ്റു വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ആ ഇൽമ്, അതാണ് ഹൃദയത്തിന്റെ സംസാരം. മനസ്സിലല്ലേ? ദിസ് നോളജ് so this knowledge include
അപ്പൊ അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ത്? രണ്ട് സംഗതിയെ. ഒന്ന് തൗഹീദ് റുബൂബിയത്ത്, തൗഹീദ് ഉലൂഹിയത്ത്. നോക്കിങ്ങൾ, അപ്പൊ ഈമാൻ എന്നുള്ള ദിക്ർ, ഈമാൻ എന്നതിന്റെ നിർവചനം നമ്മൾ പറഞ്ഞു. ആ നിർവചനത്തിൽ നമ്മൾ അടുത്ത തൗഹീദ് എന്താണെന്നുള്ളത് സംസാരിക്കാൻ പോവുക. തൗഹീദിന്റെ വിഭജനങ്ങൾ എന്താണെന്ന് സംസാരിക്കാൻ പോവുക. ഇങ്ങനെ ഒരു തലക്കെന്ന് ഇങ്ങനെ മറ്റൊരു തലക്കിലൂടെ സംസാരിച്ച് വന്ന് ഇങ്ങനെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനെ നമ്മുടെ അഖീദ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ തൗഹീദ് റുബൂബിയത്ത്, അപ്പൊ എന്താണ് ഇൽമ്? അപ്പം ഹൃദയം ഉൾക്കൊള്ളുന്ന അറിവ്, അതാണ് ഇവിടെ ഹൃദയത്തിന്റെ സംസാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് തൗഹീദ് റുബൂബിയത്ത്. അള്ളാഹു ആണ് റബ്ബ്, സൃഷ്ടാവ്, പിന്നെ സൃഷ്ടിക്കുന്നവൻ, അതുപോലെ എന്താ പറയാ, പിന്നെ സൃഷ്ടി, പരിപാലന, സംഹാരം എന്നൊക്കെ പറയാലോ. അതാണ് റുബൂബിയത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതാണ് റുബൂബിയത്ത്. അതുപോലെ അസ്മാഉ വസിഫാത്ത്, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളും വിശിഷ്ട നാമങ്ങളും, അതാണ് അസ്മാഉ വസിഫാത്തുകൾ. ഇതാണ് ഇതിനെ കുറിച്ചുള്ള അറിവാണ് ഹൃദയത്തിന്റെ സംസാരം. ഇനി നാവിന്റെ സംസാരമോ? നാവിന്റെ സംസാരം എന്നുള്ളത് ഈ ഹൃദയത്തിന്റെ സംസാരം ആയിട്ടുള്ള ഈ ഇൽമുണ്ടല്ലോ, ആ ഇൽമിനെ നാവ് കൊണ്ട് പുറത്തേക്ക് പറയുന്നതാണ് നാവിന്റെ സംസാരം. ദിസ് റെഫേഴ്സ് ദ ടങ്സ് കൺഫർമേഷൻ ഓഫ് ദാറ്റ്. ഹൃദയത്തിൽ എന്തുണ്ടോ അത് പുറത്തേക്ക് പറയുന്നതാണ് എന്ത്? നാവ് കൊണ്ടുള്ള സംസാരം. അപ്പോ ഹൃദയത്തിന്റെ സംസാരം എന്ത്, നാവിന്റെ സംസാരം എന്ത് നമ്മൾ കണ്ടു. ഇനി ആക്ഷൻസ് എന്താ? അമല് മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന് ഹൃദയത്തിന്റെ അമലുണ്ട്, നാവുകളുടെ അമലുണ്ട്, അതുപോലെ പിന്നെ എന്താ പറയാ മറ്റു അവയവങ്ങളുടെ അമലുണ്ട്. അപ്പൊ ഹൃദയത്തിന്റെ അമൽ എന്താണ്? ഹൃദയത്തിന്റെ അമലാണ് ദിസ് റെഫേഴ്സ് ടു വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ആൻഡ് ഫീലിംഗ് ഓഫ് ദി ഹെഡ് സച്ച് ആസ് ലവ്. എന്ത്? സ്നേഹം. എന്ത് സ്നേഹം? ഭാര്യനോടുള്ള സ്നേഹവും കാമുകിനോടുള്ള സ്നേഹമല്ല കേട്ടോ, അള്ളാഹിനോടുള്ള സ്നേഹം, റസൂലിനോടുള്ള സ്നേഹം. അതുപോലെ ഫിയർ, അള്ളാഹിനെ കുറിച്ചുള്ള പേടി. അപ്പൊ ഹൗഫ്, റജാ, എന്താ പറയാ ഹുബ്, പിന്നെ തഖ്വ, അതുപോലെ പിന്നെ ഇഖ്ലാസ്, അതുപോലെ തവക്കുല്, അതുപോലെ പിന്നെ ഇൻഖിയാദ്, പിന്നെ എന്താണ് സബ്മിഷൻ, ഇൻഖിയാദ് പോലെയുള്ള ഇതൊക്കെയാണ് തൗഹീദ് റുബൂബിയത്ത്, തൗഹീദ് ഉലൂഹിയത്തിന്റെ ഓരോരോ ഘടകങ്ങൾ. ഇതൊക്കെ കിതാബ് തൗഹീദിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് മുഹമ്മദ് അബ്ദുൽ ഹാഫിദിന്റെ കിതാബ് തൗഹീദിൽ നമ്മൾ ഓരോ ഹെഡിങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇത് റജാവും ഖൗഫും പിന്നെ തവക്കുലും ഇഖ്ലാസും ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ സംസാരിക്കും. അപ്പോൾ ഇത്തരം ഫീലിങ്സുകളാണ് എന്ത്? ഹൃദയത്തിന്റെ ആക്ഷൻസ്, പ്രവർത്തനമാണ് ഇതെല്ലാം. ഇതെന്താണ്? ഇത് ഉലൂഹിയത്തിന്റെ ഭാഗമാണ്. തൗഹീദിൽ ഉലൂഹിയത്തിന്റെ ഭാഗമാണ്. ഈ പിന്നെ തൗഹീദിന്റെ ഭാഗമാണ് അള്ളാഹുവിനോടുള്ള പിന്നെ ഹുബും റജാവും തവക്കുലും പിന്നെ ഖൗഫും ഒക്കെ തൗഹീദിന്റെ ഭാഗമാണ് എന്ന് പിന്നെ ഇവിടെ മടവൂരികളുമായിട്ടുള്ള സ്പ്ലിറ്റിന്റെ സമയത്ത് അത് 18 പോയിന്റോ 20 പോയിന്റോ എഴുതി വെച്ചല്ലോ. ആ സമയത്ത് അവര് ഒരു പോയിന്റായിട്ട് എഴുതി വെച്ച സംഭവമാണത്. മനസ്സിലല്ലേ? അതൊക്കെ ഇവിടെ 10-15 വർഷം മുമ്പ് കേരളത്തിൽ ചർച്ച തുടങ്ങിയിട്ടുള്ളൂ എന്നർത്ഥം. പറഞ്ഞു പോട്ടെ. അപ്പൊ ഇനി അടുത്ത് ആക്ഷൻസ് ഓഫ് ദി ടങ്, നാവിന്റെ പ്രവർത്തനം. നാവിന്റെ അമലെന്താണ്? നാവിന്റെ പ്രവർത്തനം ദിക്ർ, ദുആകള്, ഖുർആൻ പാരായണം, നാവ് കൊണ്ടുള്ള ദീനി കാര്യങ്ങൾ നാവ് കൊണ്ട് സംസാരിക്കുക. അതാണെന്ത്? ആക്ഷൻ ഓഫ് ദി ടങ്. അത് ഏതിന്റെ ഭാഗമാണ്? തൗഹീദുൽ ഉലൂഹിയത്തിന്റെ ഭാഗമാണ്. ഇനി ആക്ഷൻ ഓഫ് ദി ലിംസ്, ജവാരിഹ്, അവയവങ്ങളുടെ പ്രവർത്തനം. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, നമസ്കാരം, ഹജ്ജ്, നോമ്പ്, സകാത്ത്, പിന്നെ ജിഹാദ് എല്ലാം അതിൽ പിന്നെ വരുന്നതാണ്. അപ്പോ ഇതാണ് ആക്ഷൻസ് ഓഫ് ദി ലിംസ്. അപ്പോ ആദ്യം പറഞ്ഞെന്താണ്? ആക്ഷൻ, പിന്നെ സംസാരം, ഹൃദയത്തിന്റെയും നാവിന്റെയും സംസാരം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് തൗഹീദ് റുബൂബിയത്ത് അസ്മാഉ വസിഫാത്ത്. കാരണം അത് ഇൽമാണ്, ഇൻഫർമേഷനാണ്. മറ്റത് എന്താണ്? തൗഹീദുൽ ഉലൂഹിയത്താണ്, അത് പ്രവർത്തനങ്ങളാണ്. മനസ്സിലായില്ലേ? ആക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി ഇതിന് ഒരു പുതിയ 2 പേര് കൂടെ കൊടുത്തുകൊണ്ട് പിന്നെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് അൽ ഈമാൻ ഖൗലും വ അമലും വ ഇഅ്തിഖാദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എൻ്റെ സഹോദരങ്ങൾ, ഈ നോട്ട് ഇതിന്റെ കൂടെ ഉള്ളത് ഡൗൺലോഡ് ചെയ്യുക. ഇംഗ്ലീഷിൽ, അറബിയിലുണ്ട്, വായിച്ച് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടും അതിന് കൂടുതൽ ഉദ്ധരണം ഇത് തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഓർത്തുകൊണ്ടാണ് ഞാനിത് നോട്ടാക്കി ഇതിന്റെ കൂടെ എടുത്തത്. ഇനി ഇത് ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ വാള്യം 5 35-ാമത്തെ പേജിൽ
വിശദീകരിക്കുന്നത് കണ്ടോ. മഅലൂം അറിയപ്പെടുന്നതാണ് എന്ത്, അന്നൽ ഈമാന ഖൗലും വ അമല് യസീദു ബിതഅത്ത് വ യൻഖുസു ബിൽ മഅസി. പാപങ്ങൾ വഴി കുറയുന്നതും അനുസരണം വഴി കൂടുന്നതുമായിട്ടുള്ള ഖൗലും അമലുമാണ് ഈമാൻ എന്നുള്ളത് അറിയപ്പെടുന്നതാണ്. അഹ്ലു സുന്നത്തിൽ ഇബാറത്തുൽ ഉഖറ, അഹ്ലു സുന്നത്തിന്റെ അടുത്ത് മറ്റൊരു ഇബാറത്ത്, മറ്റൊരു നിർവചനം, മറ്റൊരു വിശദീകരണം കൂടി ഇതിനുണ്ട്. എന്താണ്? അന്നൽ ഈമാൻ ഖൗലും വ അമലും വ ഇഅ്തിഖാദ് എന്നർത്ഥം പറഞ്ഞത്. ഖൗലും വ അമലും എന്ന് മാത്രം വന്നിട്ടുണ്ട്. മറ്റൊരു നിർവചനം കൂടി എന്താണ്? ഖൗലും വ അമലും വ ഇഅ്തിഖാദ്. കാരണം ഇഅ്തിഖാദ് അതിൽ വരുന്നുണ്ടല്ലോ, ഹൃദയത്തിന്റെ വിശ്വാസം അതിൽ വരുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പോ ഇതാണ്. അപ്പോ ഖൗലും വ അമലും വ ഇഅ്തിഖാദ്, ഈ കാര്യങ്ങൾ അഞ്ചെണ്ണം മനസ്സിലല്ലോ. സംസാരം എന്താണ്? ഖൗലു ബിൽ ലിസാൻ, ഖൗലു ബിൽ ലിസാൻ, ഖൗലു ബിൽ ഖൽബ്. പിന്നെ അമലു ബിൽ ജവാരിഹ്, അമലു ബിൽ ലിസാൻ, അമലു ബിൽ ഖൽബ്. ഇങ്ങനെ മൂന്ന് തരത്തിൽ എന്താക്കിയിട്ടുണ്ട്? അമലുകളെയും വിശദീകരിച്ചിട്ടുണ്ട് ഷെയ്ഖ്. ഞാൻ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പൂർവികരും ആധുനികരുമായിട്ടുള്ള സലഫി പണ്ഡിതന്മാർ ഒരേ രീതിയിൽ ജനങ്ങളെ പഠിപ്പിച്ചു വന്നത്, തലമുറകളായി കൈമാറി വന്ന ഇൽമുകളാണ് ഈ സംഗതി. ഇനി ഈമാൻ കൂടും കുറയും എന്നുള്ളതിന് തെളിവുകളായിക്കൊണ്ട് ഉദ്ധരിക്കുന്നത് എന്താണ് പണ്ഡിതന്മാർ എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് കാരണം നമുക്ക് അത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് തന്നെയാണ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ നമ്മൾ അറിയിച്ചു തന്നെയാണ് അതിന്റെ തെളിവ്. സൂറത്ത് ആൽ ഇംറാനിലെ 173 ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹുമുൽ ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലദീന ഖാല എന്ത്, ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു, അവരെ ഭയപ്പെടണം എന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ അതവരുടെ ആരുടെ? സഹാബ് മുഹമ്മദ് മുസ്ലിങ്ങളുടെ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതവരുടെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവനത്രേ എന്ന് അവർ പറഞ്ഞു. ഒന്ന്. മറ്റൊന്ന് സൂറത്ത് ഫതഹിലെ 4-ാമത്തെ ആയത്ത്, സൂറത്ത് ഫതഹിലെ 48-ലെ 4-ാമത്തെ ആയത്ത്. ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം. ലിയസ്ദാദു വർദ്ധിക്കുവാൻ, ഈമാനം മഅ ഈമാനിഹിം കൂടുതൽ വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടി. ഹുവല്ലദീ അൻസല സകീനത, അവനാകുന്നു സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ ശാന്തി ഇറക്കി കൊടുത്തത്, അവരുടെ വിശ്വാസത്തോടൊപ്പം കൂടുതൽ വിശ്വാസം ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി. അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലെയും ഭൂമികളിലെയും സൈന്യങ്ങൾ, അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു എന്ന ആയത്ത്. മറ്റൊന്ന് സൂറത്ത് തൗബയിലെ 124. അതിലും പറയുന്നുണ്ട് എന്ത്? അതിൽ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ പറയും, നിങ്ങളിൽ ആർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചു എന്നത്, നിങ്ങളിൽ ആർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചത്? എന്നാൽ സത്യവിശ്വാസികൾക്കാകട്ടെ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തു. അപ്പൊ വിശ്വാസം, ഈമാൻ വർദ്ധിക്കുക എന്നുള്ളത് എന്താണ്? നമുക്ക് കാണേണ്ടത് ഈ ഖൗലും അമലും ഇഅ്തിഖാദ് എന്നുള്ളത് 1400 വർഷത്തെ പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി. അതിന് മുമ്പ് മനസ്സിലാക്കുക, ഈമാൻ എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദീന്, ഇബാദത്ത്, ഈമാന്, ഇസ്ലാം, ദിക്ർ എന്ന് പറഞ്ഞതല്ല, മൊത്തത്തിൽ അതാണ്. ഇസ്ലാം എന്ന് ഒറ്റക്ക് പ്രതിപാദിച്ചാൽ ഇസ്ലാം കൊണ്ട് അല്ലെ, ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിന്റെ അടുത്ത് ഇസ്ലാം മാത്രമാകുന്നു സ്വീകാര്യമായ മതം എന്ന് പറഞ്ഞാൽ അവളുകൊണ്ട് ഉദ്ദേശിച്ചത് ദീനുൽ ഇസ്ലാം മൊത്തത്തിലാണ്. അതിൽ ഈമാനും പെടും. മനസ്സിലല്ലേ? നേരെ കുറച്ച് ഈമാനും ഇസ്ലാമും ഒരുമിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? അവിടെ ഈമാൻ എന്നുള്ളത് കൊണ്ട് ഹൃദയത്തിലുള്ള വിശ്വാസം, അത് ഈ അർക്കാനുൽ ഈമാൻ കാര്യങ്ങൾ 6 ഈമാൻ കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രമല്ല മറ്റു വിശ്വസിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന്,
പിന്നെ അതേമാതിരി ദജ്ജാൽ ഇറങ്ങുന്നതും ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങുന്നതും മീസാൻ തുലാസിൽ വിശ്വസിക്കുന്നതും ഹൗദിൽ നിന്ന് കൂടി ഇതാക്കുന്നതും അതുപോലെ ഒരുപാട് അഖീദയുമായിട്ട് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിന്റെ അവിടെ ഈമാൻ എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് വിശ്വാസ കാര്യങ്ങളെന്നും ഇസ്ലാം എന്നുള്ളത് കൊണ്ട് ബാഹ്യമായി ഒരാളുടെ ബാഹ്യമായി ചെയ്യപ്പെടുന്ന ലാഹിറായിട്ട് പുറത്തേക്ക് കാണുന്ന പിന്നെ പ്രവർത്തനങ്ങളെയുമാണ് ഇസ്ലാം. അപ്പൊ ഒരുമിച്ച് പറയുമ്പോൾ ഈമാനും ഇസ്ലാമിനും രണ്ട് പിന്നെ അർത്ഥവും അത് ഒറ്റയായി പറയുമ്പോൾ ഈമാൻ എന്നോ ഇസ്ലാം എന്നോ ഒറ്റക്ക് പ്രതിപാദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അദ്ദീനുൽ ഇസ്ലാം എന്ന് മൊത്തത്തിൽ ഇബാദത്ത് പിന്നെ എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എത്രയെന്നറിയാം. ഞാൻ ഈ പറഞ്ഞ ആയത്തുകൾക്ക് ശേഷം ഇമാം ഇബ്നു അബ്ബാസ് തന്നെ സഹാബിമാർ തന്നെ പറഞ്ഞതായിട്ടുള്ള പിന്നെ സഹാബിമാരിൽ നിന്ന് വന്ന ഉദ്ധരണികളുണ്ട്. മനസ്സിലല്ലേ? കൗലും അമലും അതാണെന്നുള്ളത്. അതുപോലെ അത് ഷറഹ് നബവി സഹീഹ് മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിന്റെ ഷറഹിലുണ്ട്. അതുപോലെ സുഫിയാൻ തൗരി ഹിജ്റ 161 മരിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവിടെ എടുത്ത് പറയുന്ന എന്താണ്? അൽ ഈമാൻ കൗലും അമലും കൗലും അമലുമാണ്. അത് അതുപോലെ വർദ്ധിക്കുകയും കൂടുകയും കുറയുകയും ചെയ്യും എന്നാണ് അദ്ദേഹത്തിന്റെ അഖീദ എന്നും അതിനെ എതിർക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുത്തിരുന്ന ആളായിരുന്നു സുഫിയാൻ തൗരി എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ സുഫിയാൻ ഇബ്നു ഉയൈന ഹിജ്റ 198 മരിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ഷറഹ് ഉസൂൽ ഇഅ്തിഖാദ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇമാം ലാലക്കായി ഇമാം ഇബ്നു ഉയൈനെ ഉദ്ധരിച്ചുകൊണ്ട് സുഫിയാൻ ഇബ്നു ഉയൈനയെ ഉദ്ധരിച്ചുകൊണ്ടും ഇമാം ലാലക്കായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ സുഫിയാൻ ഇബ്നു ഉയൈനയുടെ ജീവചരിത്രത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും. അതുപോലെ ഇമാം ബൈഹഖിയുടെ സുനനിൽ ഈ ബൈഹഖിയുടെ കിതാബിൽ ഹിജ്റ 204 മരിച്ച പണ്ഡിതനാണ് ഹിജ്റ 204 മരിച്ചത് ഇമാം ഷാഫിയാണ്. ഇമാം ഷാഫിയിൽ നിന്നുള്ള ഉദ്ധരണി ബൈഹഖിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇമാം മാലിക്കിൽ നിന്നുള്ള ഉദ്ധരണി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇമാം അഹ്മദിൽ നിന്നുള്ള ഉദ്ധരണി നമുക്ക് കാണാൻ പറ്റും. ഇമാം അഹ്മദിന്റെ ജീവചരിത്രത്തിൽ ഇത് പ്രത്യേകം ക്രോഡീകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ ഇമാം ബുഖാരിയുടെ ജീവചരിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റും. ഇമാം ബുഖാരിയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ 1080ഓളം ആളുകളെ സഹാബിമാരിൽപ്പെട്ട ആളുകളെ കണ്ടിട്ടുണ്ട്. 1080ഓളം ആളുകളെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞിരുന്നത് ഈമാൻ കൂടും കുറയും, ഈമാൻ കൗലും അമലുമാണ് എന്ന് പറഞ്ഞവരായിരുന്നു. ഇമാം ബുഖാരിയുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാം. അതുപോലെ ഈ അഖീദത്ത് തഹാവിയ ഇമാം തഹാവിയുടെ കിതാബാണ് അഖീദത്ത് തഹാവിയ. ഹിജ്റ 321 മരിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇമാം ബൈഹഖി 415 മരിച്ചാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇമാം നവിയുടെ കിതാബിലും ഇമാം ഷാഫിയുടെ കിതാബിലും ഗാസിയിലെ തഫ്സീറിൽ ഗാസിയിൽ കാണാൻ പറ്റും. ഇമാം ദഹബിയുടെ കിതാബിൽ കാണാൻ പറ്റും. ഇബ്നു ഖയ്യിം ജൗസിയുടെ കിതാബിൽ കാണാൻ പറ്റും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ കിതാബിൽ കാണാൻ പറ്റും. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാൻ പറ്റും. ഇബ്നു റജബൽ ഹംബലി 795 മരിച്ചാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ കാണാൻ പറ്റും. ഈ ഇബ്നു ബത്താലിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. ഇബ്നു ബത്താലിൽ നിന്നുള്ള ഉദ്ധരണി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇബ്നു ബത്താൽ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിക്ക് ആദ്യമായിട്ട് ഷറഹ് എഴുതിയ ആളാണ്. ഇബ്നു ബത്താലിന്റെ കിതാബിൽ കാണാൻ പറ്റും. ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്വൽ ബാരിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇമാം സുയൂത്തിയുടെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. തൊബറാനിയിൽ നമുക്ക് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇമാം ഷൗക്കാനിയുടെ അടുത്ത കാലത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ പണ്ഡിതന്മാർ ഇന്ന് സൗദി അറേബ്യയിലുള്ള സകല പണ്ഡിതന്മാരുടെ ദർസിന്റെ ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം പഠിപ്പിക്കുന്ന ഉസൂലുകളാണ് ഈ കാര്യങ്ങളെല്ലാം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഈ ക്ലിപ്പുകളുടെ ദൈർഘ്യം കുറച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഈ ക്ലിപ്പോട് അവസാനിപ്പിക്കണം. അടുത്ത ക്ലിപ്പ് നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.